بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد നമ്മൾ ഇന്നലെ പറഞ്ഞ ഹദീസ് നിയ്യത്തുമായി ബന്ധപ്പെട്ട ഹദീസാണ്, ഇഖ്ലാസുമായി ബന്ധപ്പെട്ട ഹദീസ്. അത് നമ്മുടെ അമലുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു പരിഗണിക്കുന്നത് നമ്മുടെ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട അടുത്ത ഹദീസ് ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മി അബ്ദില്ലാ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഹിജ്റ 58-ലാണ് വഫാത്താകുന്നത്, മദീനയിലാണ് വഫാത്താകുന്നത്. ഇസ്ലാമിക ലോകത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച പ്രധാനപ്പെട്ടൊരു സഹാബി വനിതയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. കാരണം റസൂലിൻ്റെ ഭാര്യയായി ജീവിക്കുമ്പോൾ റസൂലിൻ്റെ സ്വകാര്യ ജീവിതം അത് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ദീനിൻ്റെ ഇൽമ് പകർന്നു നൽകാൻ മുതിർന്ന സഹാബാക്കൾ വരെ ആയിഷ റളിയല്ലാഹു അൻഹയോട് കാര്യങ്ങൾ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കുമായിരുന്നു. നല്ല ഇൽമുള്ള മഹദിയായിരുന്നു. കുറേ ശിഷ്യന്മാരുണ്ട് താബിഈങ്ങളിലും സഹാബാക്കളിലും. ഫത്വകൾ നൽകാൻ കഴിവുള്ള ആ രീതിയിൽ ഇൽമുള്ള സഹാബി വനിതയായിരുന്നു. അതുപോലെ തന്നെ ജമല്, സിഫീൻ യുദ്ധം, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇസ്ലാമിക ചരിത്ര വിഷയങ്ങളിലും ഇടം പിടിച്ച സഹാബി വനിതയാണ്. 5 സഹാബാക്കളുണ്ട്. കൂടുതലായി ഹദീസ് ഉദ്ധരിച്ച 5 സഹാബാക്കളിൽ രണ്ടാമത്തെ ആളാണ് ആയിഷ റളിയല്ലാഹു, മൂന്നാമത്തെ ആളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. മഹദി പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഗ്സു ജയ്ഷുൻ അൽ കഅബത, ഒരു സൈന്യം കഅബ പൊളിക്കാൻ വേണ്ടി, കഅബക്ക് നേരെ ഒരു സൈന്യം വരും. ഫഇദാ കാനൂ ബിബൈദാഅ മിനൽ അർദ്, അവരൊരു വിശാലമായ ഒരു പ്രദേശത്ത് എത്തിയാൽ, കഅബയിലേക്ക് അടുത്ത വിശാലമായ ഒരു പ്രദേശത്തേക്ക് അവർ എത്തിയാൽ, യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം, ആ ഒരു വലിയ സൈന്യം മൊത്തം ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടും. കഅബ പൊളിക്കാനാണ് അവരുടെ ലക്ഷ്യം, അതിനുവേണ്ടിയുള്ള പുറപ്പാടാണ്. പക്ഷെ കഅബയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ഒരു വിശാലമായ ഒരു പ്രദേശത്ത് വെച്ച് അവർ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടും. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, കൈഫ യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം വഫീഹിം അസ്വാഖുഹും വമൻ ലൈസ മിൻഹും, അല്ലാഹുവിൻ്റെ റസൂലെ, അവർ മൊത്തം എങ്ങനെയാണ് ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുക? അവരിൽ യോദ്ധാക്കളുണ്ട്, ആ കൂട്ടത്തിൽ യോദ്ധാക്കൾ യുദ്ധം ചെയ്യാൻ, കഅബ പൊളിക്കാൻ ലക്ഷ്യം വെച്ച് വരുന്ന ആൾക്കാരുണ്ട്. അതല്ലാതെ കച്ചവടത്തിനായിട്ട് യാത്ര ചെയ്യുന്ന സംഘം അതിലുണ്ട്. അതുപോലെ തന്നെ അവരിൽ പെടാത്ത ആൾക്കാരും, സാധാരണ മറ്റ് യാത്രകൾ, മറ്റ് ലക്ഷ്യത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരും അക്കൂട്ടത്തിലുണ്ട്. അങ്ങനെ എല്ലാവരും അടങ്ങുന്ന ആ ഒരു വലിയ സംഘത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് നശിപ്പിക്കുക? അല്ലാഹുവിൻ്റെ ശിക്ഷ എങ്ങനെയാണ് അവർക്ക് എല്ലാവർക്കും ബാധകമാകുക? അതിലെല്ലാവരും കഅബ പൊളിക്കാൻ വന്നവരല്ല. പല ആവശ്യങ്ങൾക്ക് വന്നവരുണ്ട്, അതുപോലെ തന്നെ കച്ചവട ആവശ്യങ്ങൾക്ക് വന്നവരുണ്ട്. അവരുടെ കൂട്ടത്തിൽ കഅബ പൊളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്ന ആൾക്കാരുമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം, അവരെല്ലാവരും, ആദ്യത്തെ ആൾക്കാരും പിന്നീട് വരുന്ന ആൾക്കാരും, ആ വലിയ സംഘത്തെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയും, ശിക്ഷ എന്നോണം. സുമ്മ യുബഅസൂന അലാ നിയ്യാതിഹിം, പിന്നെ അവരുടെ നിയ്യത്തനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ മഹ്ശറിലേക്ക് അവരെ കൊണ്ടുവരും. അതാണ് നമ്മുടെ ഹദീസിന്റെ ബാബുമായിട്ടുള്ള ബന്ധം. അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്ന സമയത്ത് അതിലെല്ലാവരും ഉൾപ്പെടും. ആ നാട്ടിലെല്ലാവരും അതിൽ ഭാഗവാക്കാവും. അള്ളാഹിൻ്റെ ശിക്ഷയുടെ രീതി അങ്ങനെയാണ്. ദുനിയാവിൽ അത് അനുഭവിക്കേണ്ടി വരും, അതിൻ്റെ വേദനയും അതിൻ്റെ പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും. പക്ഷെ നാളെ ആഖിറത്തിൽ ഓരോരുത്തരുടെ നിയ്യത്തനുസരിച്ചാണ് അള്ളാഹു പരിഗണിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ നിന്നും അവരെ കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുവരിക. അവിടുന്ന് കഅബ പൊളിക്കാൻ വന്ന ആ ഒരു സൈന്യം, ആ ഒരു സൈന്യത്തിന് അവരുടെ രീതിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അവരുടെ കൂട്ടത്തിൽ കഅബ പൊളിക്കലല്ല ലക്ഷ്യം, വേറെ എന്തോ ഒരു ലക്ഷ്യമാണ്, കച്ചവട ലക്ഷ്യമാണ്. അവരെ വേറെ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരിക. അപ്പോൾ അവരുടെ നിയ്യത്ത് അനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഓരോരുത്തരുടെയും അമലുകളെ പരിഗണിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഹദീസാണ്. അപ്പോൾ നമ്മുടെ നീയത്ത് നന്നാക്കുക. നീയത്തായിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ബന്ധം. ഏത് അമല് ചെയ്യുന്നുണ്ടെങ്കിലും ഏത് രീതിയിലുള്ളത് ചെയ്യുന്നുണ്ടെങ്കിലും നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ പരിഗണിക്കുക എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ അതിലെല്ലാവരും ഭാഗമാക്കുക. മുഅ്മിനീങ്ങളും മുവഹിദീങ്ങളും ചെറിയവരും കുട്ടികളും പെണ്ണുങ്ങളും പ്രായമായവരും എല്ലാം അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് ഭാഗമാക്കുക. പിന്നെ ഓരോരുത്തരുടെയും തിന്മകൾക്കനുസരിച്ചും അവരുടെ ചെയ്തികൾക്കനുസരിച്ചുമാണ് നാളെ ആഖിറത്തിൽ ശിക്ഷകളും പ്രതിഫലങ്ങളും നൽകപ്പെടുന്നത്. അതാണ് അള്ളാഹുവിൻ്റെ രീതി എന്നും ഈ ഹദീത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.